നിങ്ങൾ നോക്ക്, പറയാൻ പോലും ആളുകൾക്ക് യാതൊരു മടിയുമില്ലാതെ ആയിപ്പോയി. എത്ര നല്ല രൂപത്തിൽ ആൾക്കാർ വന്ന് പറയുന്നു എന്നറിയ, ഉസ്താദേ ദ്വാർക്കണം എന്നാ പറയുന്നത്. ഏതോ ഒരു ഫാൻസിന്റെ ഒരു ജയിക്കാൻ ദ്വാർക്കണമെന്ന്. എന്തിനാണ് ഈ ദ്വാനെ പരിഹസിക്കുന്നത്? എന്തിനാ ദ്വാർക്കാൻ പറയേണ്ടത്? എന്തിനാ സഹോദരങ്ങളെ പ്രാർത്ഥിക്കാൻ പറയേണ്ടത്? എന്നിട്ട് പറയുന്ന എന്താണെന്നറിയോ? ജയിച്ചെങ്കിലേ ഇവിടെ ഇത്ര പറ്റുവെച്ചിട്ടുണ്ട്, പന്തയം വെച്ചിട്ടുണ്ട്, അത് കിട്ടുള്ളൂ. എന്ത് ഇസ്ലാമീയത്താണ്, എന്ത് ബോധമാണ് സഹോദരങ്ങളെ ജനങ്ങളിൽ ഉദിച്ചിരിക്കുന്നത്? എന്തിനാ ദ്വേർക്കേണ്ടത്? എന്തിനാണ് ഈ പന്തയം? ഇത് ഹലാലാണോ? എത്ര ആളുകളാണ് ഇന്നലെ കാശ് വാങ്ങിപ്പോയത്? നമ്മൾ പറഞ്ഞ ആൾക്കാർ ജയിച്ചു പോയില്ലേ? നമ്മൾ പറഞ്ഞ ആള് 2ാം സ്ഥാനത്തെത്തിയില്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞ് 3ാം സ്ഥാനത്തെത്തിയില്ലേ? ഇങ്ങ് കൊണ്ട 10,000, ഇങ്ങ് കൊണ്ട 5,000. അല്ല വെറുക്കുമോ? ഇസ്ലാം ഹലാലാക്കി തരുമോ? എന്തെല്ലാമാണ് സഹോദരങ്ങളെ നടക്കുന്നത്? അതിന് സപ്പോർട്ട് എല്ലാവരുമാണ്. ഒരു വീട്ടിൽ നിങ്ങൾ കണ്ടില്ലേ, ഒരു ഗാലറിയിൽ ഒരു വരിയിലിരിക്കുന്നവരിൽ ഒരു ഭാഗത്ത് നിന്ന് എണ്ണു 2.5 വയസ്സുള്ള ഒരു കുട്ടിയുണ്ട് മടിയില്. ഭാവി പോയില്ലേ? 4.5 വയസ്സുകാരുണ്ട് അപ്പുറത്ത്, 10ാം ക്ലാസ്സുകാരൻ അപ്പുറത്തുണ്ട്, 7ാം ക്ലാസ്സുകാരി ഇപ്പുറത്തുണ്ട്. എല്ലാ ക്ലാസ്സിലും ആൺകുട്ടികളും പെൺകുട്ടികളുമുണ്ട്. തട്ടമിട്ട് പർദ്ദ ധരിച്ച് മക്കനെയിട്ട ഉമ്മമാര് വരെ, വല്യുമ്മമാര് വരെ ഈ ഭ്രാന്തിൽ അകപ്പെട്ടുപോയി. എന്നിട്ട് എത്രയാ ചെലവാക്കി പോയത്? അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സമയങ്ങളെ കുറിച്ചും ഒരു ചോദ്യം ചെയ്യും. അതേ നിലവാരത്തിൽ ജീവിക്കുന്ന ആളുകളോട് ഒന്ന് നിങ്ങൾ ചോദിച്ചു നോക്കൂ. ഒരു മാസക്കാലമായില്ലേ ഒരു ഖത്മ് തീർത്തോ? നേരം കിട്ടിയില്ല എന്നല്ലേ മറുപടി വരുന്നത്. ചിലർ പറയുന്നു ഖത്തം തീർക്കണമെങ്കിൽ റമദാൻ മാസം വരണ്ടേന്ന്. അങ്ങനെ ഉണ്ടോ ഇസ്ലാമിക മസല? ഖുർആൻ ഖത്തം തീർക്കാനായിട്ടുള്ളൊരു മാസമാണ് അല്ലാഹു വിശുദ്ധ റമദാൻ. അതിന് നേരല്ല. ഹദ്ദാദ് മുറ തെറ്റാ ചെല്ലിയോ? അതിന് നേരല്ല. നിസ്കാരം സുന്നത്ത് നിസ്കാരം അതിന് നേരല്ല. ആത്മീയ ഭാവങ്ങൾക്കൊന്നും നേരമില്ല, സമയമില്ല, തിരക്കാണ്. നിന്റെ ഭൗതികതക്കൊക്കെ നേരമില്ലേ? അള്ളാഹു പറയുന്നു അതിന് നിനക്ക് 2 എണ്ണമല്ലേ കാരണമാക്കി തന്നത്? ഒന്ന് നിന്റെ സമ്പത്തും സന്താനങ്ങളുമല്ലേ. അൽമാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തിദ് ദുനിയാ.